നീ അവളെ കാണുന്നില്ലേ? കവർ തന്നെ ഏൽപ്പിച്ചു പോകാൻ തുടങ്ങുന്നവനോട് മാലതി മടിയോടെ ആണെങ്കിലും ചോദിച്ചു. വേണ്ടമ്മേ, കണ്ട അച്ഛൻ ചെയ്തു പോയതിന്റെ ബാക്കി ഞാനാവുകയും ചെയ്യാം. വെറുതെ എന്തിനാണ്? വെറുപ്പ് നിറഞ്ഞ ശബ്ദത്തിൽ വിവേക് പറഞ്ഞു. രാവും പകലും ഉറങ്ങാനാവാതെ വേദന കൊണ്ടുള്ള നിലവിളി തന്നെയാണ്. കണ്ടിരിക്കാൻ വയ്യാതെയായി. ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ചിലപ്പോൾ വേദന കുറഞ്ഞു കിട്ടാനുള്ള മരുന്നെങ്കിലും കൊടുത്തേനെ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു മാലതി. അവളുടെ കയ്യിൽ പണം ഉണ്ടെന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ അമ്മ അവളെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. ഇരുട്ട വിളക്കെ ആ ഓട്ടോ ഓടിച്ചാൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് അമ്മയ്ക്കറിയാലോ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എന്നെ കൊണ്ട് സാധിക്കില്ല. പിന്നെ എന്തൊക്കെയോ നേടാൻ അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തായിരുന്നെന്നും അവളുടെ മനസ്സ് എന്താണെന്നും മനസ്സിലാക്കി വേണം അമ്മ കൂടെ നിൽക്കാൻ. അവർ പറഞ്ഞു കേട്ട് ഒട്ടൊരു ദേഷ്യത്തോടെ വിവേക് അവരെ നോക്കി പറഞ്ഞിട്ട് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആഹാ, വയസ്സുട്ട് ഇത്ര വേഗം ഇങ്ങ് എത്തിയോ? എന്തേലും കയറി വാ. അവൻ ഉറങ്ങുവാണ്. മരുന്നിന്റെയൊക്കെ മയക്കം. വാതിൽ തുറന്ന മുരളി മുന്നിൽ നിൽക്കുന്ന വൈഷ്ണവിയേക്കാണെ കേശുണ്ട് കടിച്ചു പിടിച്ചെന്ന് ചിരിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അത് ഞാൻ ഒരു ഓട്ടോ പിടിച്ചാണ് വന്നത്. കയ്യിൽ പിടിച്ചിരുന്ന കവറുമായി അകത്തേക്ക് കയറുമ്പോൾ വൈഷ്ണവിയും അവന്റെ മുഖത്തെ വല്ലാത്തൊരു ചിരിയിലേക്ക് നോക്കി പറഞ്ഞു. നീ ഇങ്ങോട്ടിരിക്കും. നിന്നെ ആരാണ് ഇറക്കിയത്? അറിയാത്ത വണ്ണം ഷോൾഡർ കൊണ്ട് അവൾ ദേഹത്തൊന്ന് മുട്ടി ഉരസി മാറിയ മുരളി ചെറു ചിരിയോടെ തിരക്കി. അങ്ങനെ കേസായിട്ടൊന്നുമില്ലല്ലോ ചേട്ടാ. പിന്നെ ആകാശ് പറഞ്ഞു വിട്ടൊരു വക്കീൽ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് വാങ്ങിക്കാൻ. അയാളുടെ കെയർ ഓഫിൽ എന്നെയും പറഞ്ഞു വിട്ടു. അതിനെക്കുറിച്ച് പറയാനും താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു വൈഷ്ണവി. അല്ല, ആകാശുമായുള്ള ഡിവോഴ്സിന് നീ സമ്മതിച്ചോ? മുരളി ആകാംക്ഷയോടെ തിരക്കി. പിന്നെ സമ്മതിക്കാതെ? അവൻ ഇനി എന്നെ വേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്തിനവന് പിന്നാലെ പോണം? പേടിച്ച് പേടിച്ച് ജീവിക്കുന്ന നല്ലത് ഇങ്ങനെ പ്രേവിക്കൊപ്പം കൂടുന്നതാണ് എന്ന് തോന്നി എനിക്ക്. ഇപ്പോ ഇവന്റെ കാര്യങ്ങൾ നോക്കാനും ചേട്ടനല്ലാതെ വേറെ ആരും കൂടെ ഇല്ലല്ലോ. ഒഴിഞ്ഞ കൈയും മുറിവ് പറ്റിയ കാലും യൂറിൻ ബാഗും ഒക്കെ ഈ ബെഡിൽ തളർന്ന് കിടന്നുറങ്ങുന്നവനെ നോക്കി വൈഷ്ണവി പറഞ്ഞു. അത് ശരിയാണ്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇനി പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും. അതിനി ഒരു തടസ്സമില്ല. അത്രയും നല്ല നടപ്പായിരുന്നല്ലോ. ഇനി ആരുടെ കൂടെ പോകുന്നു, എവിടെ താമസിക്കുന്നു, എപ്പോ തിരികെ വരും എന്നുള്ള ചോദ്യങ്ങളില്ലാതെ ഇഷ്ടമുള്ളതുപോലെ രണ്ടാൾക്കും ജീവിക്കാം. ഒരു കണക്കിന് അതാണ് സുഖവും സന്തോഷവും. അല്ല വൈഷുട്ടി? നിങ്ങൾക്കൊപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാനും കൂടാം. വൈഷ്ണവിയെ അടിമുടി ഒഴിഞ്ഞു നോക്കിക്കൊണ്ടും മെല്ലെ എന്നോണം അയാൾ പറഞ്ഞു. ആ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ദ്വർത്ഥമൊക്കെ മനസ്സിലായി എങ്കിലും അവളൊരു മധുരം മൂർന്ന ചിരിയോടെ അയാളെ നോക്കിയിരുന്നു. എന്റെ നിവിക്കോച്ചെ, വല്ലാത്ത ആശ്വാസം തോന്നുന്നില്ലേ ഈ എക്സാം ഒക്കെ കഴിഞ്ഞിറങ്ങിപ്പോ? 3ാം വർഷത്തിലെ അവസാന പരീക്ഷയും കഴിഞ്ഞ് ഹാളിനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അഞ്ചു ചോദിച്ചു. പിന്നെ സന്തോഷമില്ലാതെ കുറച്ചു ദിവസം വീട്ടിൽ നിന്ന് അടിച്ചു പൊളിക്കണം. പിന്നെ PSC ക്ലാസ്സിന് ചെയ്യണം. എനിക്കൊരു ഗവൺമെന്റ് ജോലി വേണമെന്നത് എന്റെ ഏട്ടന്റെ ആഗ്രഹമല്ലേ? അഞ്ചുവിന്റെ കയ്യിൽ തൂങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ നിവി പറഞ്ഞു. ഞാനും PG എന്ന ചിന്ത വിട്ടിട്ട് നിനക്കൊപ്പം കൂടിയാലോ എന്നാണ് ആലോചനയുടെ നഖം കടിച്ച് തുപ്പിക്കൊണ്ട് പറഞ്ഞു അഞ്ചു. അതിലിനി എന്താടി പെണേ കൂടുതൽ ആലോചിക്കാനുള്ളത്? 3-4 മാസം കഴിയുമ്പോ സച്ചേട്ടൻ ഒരു ഗവൺമെന്റ് സർവന്റ് ആകും. അപ്പോ നീ ആ വഴിക്ക് ശ്രമിക്കുന്നല്ലേ നല്ലത്? നിവി പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോ അങ്ങനെ നോക്കാം അല്ലേടി? ബസ്സിലെ തിരക്കിൽ ഞെങ്ങി ഞെരങ്ങി നിൽക്കുന്നേരം നിവിയുടെ കാതിൽ ചോദിച്ചു അഞ്ചു. അതാണോ നീ ആ കയ്യിലെ നഖം മുഴുവനും തിന്നുകൊണ്ട് ഇത്രയും നേരം ചിന്തിച്ചു കൂട്ടിയത്? നിവി അവളെ നോക്കി കണ്ണോട്ടി. അത് പിന്നെ ഞാൻ നഖമൊന്നും തിന്നില്ല, എല്ലാം തുപ്പിക്കളഞ്ഞു. ബസ്സിൽ നിന്ന് തള്ളി ഉന്തി പുറത്തേക്ക് ഇറങ്ങി നിവിയുടെ വെച്ചുണ്ടൊന്ന് കുറിപ്പിച്ചുകൊണ്ട് അഞ്ചു പിണക്കത്തോടെ പറഞ്ഞു. അച്ചോടാ, എന്റെ അഞ്ചുമ നഖമൊക്കെ തുപ്പിക്കളഞ്ഞോ? കഷ്ടായാലോ? അവളുടെ കയ്യിൽ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് നിവി ആ പെണ്ണിനെ വീണ്ടും കളിയാക്കി. എടി നിവി, ദേ മനു. കുറച്ചു മാറി റോഡിന്റെ സൈഡിൽ കാർ ഒതുക്കിയിട്ട് കാറിൽ ചാരി കൈയും കെട്ടി ആരെയോ കാത്തുന്ന പോലെ നിൽക്കുന്ന മനുവിനെ അഞ്ചു നിവിക്ക് കാണിച്ചു കൊടുത്തു. നിശ്ചയത്തിനിട്ട മോതിരം തിരികെ വാങ്ങാൻ വന്ന ശേഷം പിന്നെ ഇന്ന് നേർക്കുനേർ കാണുകയാണ്. കഴിഞ്ഞു പോയതൊന്നും വേദനിപ്പിക്കുന്ന ഓർമ്മകളായി തൻ്റെ ഉള്ളിൽ ഇല്ലെന്നറിയാം. എങ്കിലും അവനെ കണ്ടതും നിവിയുടെ മുഖമൊന്ന് ഇരുണ്ടു പോയിരുന്നു. അഞ്ചുവിന്റെ കയ്യിൽ കോർത്തു പിടിച്ചിരുന്ന കൈവെള്ള വിയർക്കുന്നത് നിവിക്കൊപ്പം തന്നെ അഞ്ചുവും അറിഞ്ഞു. അയാൾ വേറെ ആരെങ്കിലും നോക്കി നിൽക്കുന്നതാകും. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട നിവി. നിവിയുടെ കൈ വിയർക്കുന്നതും മുഖത്ത് കാളിമ പടർന്നതും കാണേ അവളുടെ കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ചു. അയാൾ എന്തേ നിന്നാലും എനിക്ക് എന്താ അഞ്ചു? അയാൾ എന്റെ ആരുമല്ല. എന്റെ മനസ്സിന്റെ കോണിൽ പോലും അയാൾ നിന്നില്ല. എങ്കിലും പെട്ടെന്ന് നേർക്കുനേർ കണ്ടപ്പോ ഉള്ളൊരു ടെൻഷൻ, അത്രേ ഉള്ളൂ. അതിപ്പം മാറി. നിവി അവന്റെ നിൽപ്പ് കണ്ടൊരു പുച്ഛത്തോടെ പറഞ്ഞു. തന്റെ പിന്നാലെ നടന്ന് ആത്മഹത്യ നാടകം നടത്തി പ്രണയം പിടിച്ചു വാങ്ങിയതും തന്റെ ഏട്ടന് അപകടത്തിലൂടെ സ്വയം ഒന്നും ചെയ്യാനാവാതെ വയ്യ അന്നു മുതൽ അവൻ തന്നെ അവഗണിച്ചതും ഏട്ടന്റെ ബാധ്യത കൂടെ ചുമക്കാൻ വയ്യെന്ന് പറഞ്ഞതും ഒടുവിൽ പണം മോഹിച്ച് അമ്മയുടെ വാക്ക് കേട്ട് തന്നെ ഉപേക്ഷിച്ചു പോയതും ഒക്കെ മനസ്സിലൂടെ കടന്നു പോയതും അവന് മുന്നിലൂടെ തല ഉയർത്തി തന്നെ നടന്നു. നിവി 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 ഒരു നിമിഷം
എനിക്കൊരു കാര്യം പറയാൻ. തന്നെ കണ്ടിട്ടും താൻ എന്നൊരാൾ അവിടെ ഉണ്ടെന്ന് ഭാവിക്കാതെ അഞ്ജുനോട് ചിരിച്ച് സംസാരിച്ചു പോകുന്നവളെ നോക്കി ഒരു നിമിഷം നിന്നിട്ട് വെപ്രാളത്തോടെ മനു വിളിച്ചു. എന്താ എന്താ പറയാനുള്ളത്? യാതൊരു കൂസലമില്ലാതെ അവന് മുന്നിൽ തല ഉയർത്തിന്നുകൊണ്ട് അവൾ ചോദിച്ചു. നിവി വിളിച്ചുകൊണ്ട് നിറഞ്ഞു ചുവന്ന കണ്ണുകളോടെ അവളുടെ മുഖത്തേക്ക് നോക്കി വരും. എന്തിനാണ് എന്നെ വിളിച്ചു നിർത്തിയത്? പറയാനുള്ളത് പറഞ്ഞാൽ എനിക്ക് പോകാമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവന്റെ നിറമിഴികൾ കാണേ എന്തോ അസ്വസ്ഥതയോടെ നിവി പറഞ്ഞു. അല്പം മാറി നിൽക്കുന്ന അഞ്ജുവും ടെൻഷനോടെ രണ്ടാളെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. നിവി, മനു വീണ്ടും വിളിച്ചു. എനിക്ക് പോണം, കാര്യം പറയൂ. അവൻ കാര്യം പറയാതെ നിൽക്കുന്നതിൽ അസ്വസ്ഥയെ നിവി അല്പം ഒച്ചത്തിൽ പറഞ്ഞു. സോറി നിവി. മനു വാക്കുകൾക്കായി തപ്പിത്തടഞ്ഞു. എന്തിന്? വിടർന്ന കണ്ണുകൾ കൂടുതൽ വിടർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി തിരക്കി അവളും. ഞാൻ ചെയ്തതിനല്ല, ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയും നിന്നോട് തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാത്തിനും മാപ്പ്. ഇരു കൈകളും കൂപ്പി പിടിച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ മനു പറഞ്ഞു. എന്നോട് നിങ്ങളുടെ അമ്മയും ചെയ്തതൊക്കെ എന്നേ ഞാൻ മറന്നു. ഇന്ന് ഞങ്ങളെ ജീവിതത്തിൽ എല്ലാ മോശാട്ടകളും ഒഴിഞ്ഞു പോയെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടല്ലേ എന്നെയും എൻ്റെ ഏട്ടനെയും ഒരുപോലെ സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന എൻ്റെ ജിത്തുവേട്ടനെയും ആ കുടുംബത്തെയും എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ നിങ്ങളോടും നിങ്ങളുടെ അമ്മയോടുമല്ലേ നന്ദി പറയേണ്ടത്? നിങ്ങൾ എന്നെ വേണമെന്ന് പറഞ്ഞു പോയെന്ന് വെച്ച് എൻ്റെ ജീവിതത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. പഴയതിലും നന്നായി ഞാനും എൻ്റെ ഏട്ടനും ജീവിക്കുന്നുണ്ട്. മുഖം ഉയർത്തിന്ന് വിടർന്ന കണ്ണുകളോടെ അഭിമാനത്തോടെ പറയുന്നവളെ നോക്കി അതേ സന്തോഷത്തോടെ നിന്നുപോയി അഞ്ജു. നിവി പറയാനുള്ളതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തിരിഞ്ഞു പോകാൻ പോയവൾ അവന്റെ വിളിയിൽ പ്രകടമായ ഇഷ്ടക്കേടോടെ തിരിഞ്ഞു നിന്നു. എന്താ? അതേ ഇഷ്ടക്കേട് മുഖത്ത് നിറച്ചവൾ തിരക്കി. നിവി, നിന്നെ നഷ്ടമാക്കി കഴിഞ്ഞ് വിഫയെ ജീവിതത്തിലേക്ക് കൂട്ടിയപ്പോഴാണ് നീ എനിക്ക് ആരായിരുന്നു എന്തായിരുന്നെന്നും എനിക്ക് മനസ്സിലായത്. ഒരിക്കലും നിനക്ക് പകരം മറ്റൊരാൾ എന്നൊരു ചിന്ത പോകും ഈ മനുവിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്നായിരുന്നു. നിന്റെയും വിഫയുടെയും ജീവിതം ഞാൻ കാരണം ഒരുപോലെ നഷ്ടമായി പോയെന്ന് ഓർത്ത് ഒന്ന് ഉറങ്ങാൻ പോലും എനിക്കാവുന്നില്ല. ഈ ജീവിതം എനിക്ക് മടുത്തു തുടങ്ങി നിവി. നിറഞ്ഞുപോയ കണ്ണുകളോടെ മനു പറഞ്ഞു. അതിന് ഞാൻ എന്തു വേണം? നിങ്ങളാണ് എന്നെ വേണ്ടെന്ന് വെച്ചത്. അതിൽ അന്ന് ഞാൻ വേദനിച്ചു, വല്ലാതെ വേദനിച്ചു. പക്ഷേ പിന്നെ ഞാൻ ഓർത്തു, എന്നെ വേണ്ടാത്ത ഒരാളെ എനിക്ക് എന്തിനെന്ന്. അതിനെന്നെ സഹായിച്ചതും സ്വയം ഇല്ലാതെ ആകാതിരിക്കാൻ എന്നെ ചേർത്ത് പിടിച്ചതും എൻ്റെ ഏട്ടനും. അതിനൊപ്പമോ അതിൽ കൂടുതലോ ആ നിൽക്കുന്നവളും കൂടെയാണ്. അല്പം മാറി തങ്ങളെ ശ്രദ്ധിച്ചു നിൽക്കുന്ന അഞ്ജുവിനെ ചൂണ്ടി നിവി പറഞ്ഞു. പുറത്തേക്കടി, ഈ നീച്ചനോട് പുറത്തേക്ക്. നിവി, ഈ ജന്മം ഞാൻ നിന്നെ അബിക്ക് വിട്ടുകൊടുക്കുകയാണ്. പക്ഷെ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒന്നിനു വേണ്ടി മാർക്കും വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിച്ചോളാം ഞാൻ നിന്നെ. വിങ്ങിക്കൊണ്ട് അവൻ പറയുന്ന കേൾക്കെ നിവി അവനെ തുറച്ചു നോക്കി. വേണ്ട, ഈ ജന്മമല്ല, എനിക്കിനി ഈ ഭൂമിയിൽ എത്ര ജന്മമുണ്ടോ ആ ജന്മത്തിലൊക്കെയും എനിക്കെന്റെ ജിത്തുവേട്ടനെ മതി. വേറെ ആരെയും വേണ്ട. അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും എനിക്കിപ്പോൾ ആവുന്നില്ല. മനുവേട്ടൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരരുത് പ്ലീസ്. തുറച്ചുപോയ നോട്ടത്തോടെ കടുത്ത മുഖത്തോടെ തൊഴുകൈയോടെ പറഞ്ഞിട്ട് പിന്നെ ഒരു നിമിഷം പോലും മനുവിന്റെ മുന്നിൽ നിൽക്കാതെ അഞ്ജുവിന്റെ അടുത്തേക്ക് പോയി നിവി. അവളുടെ ആ പോക്ക് കടുത്ത നഷ്ടബോധത്തോടെ നോക്കി നിൽക്കെ എന്ന് ഉറക്കം നഷ്ടപ്പെട്ട് കുണ്ടിലാണ്ടുപോയ ചുറ്റിനും കറുപ്പ് ബാധിച്ച മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് നിലത്തേക്ക് ഇറ്റു വീണു. മനുവിനോട് തലയുയർത്തിന്ന് വാ തുറന്ന് സംസാരിച്ച് അവന്റെ വായ അടപ്പിച്ചവൾ. ഒപ്പം തന്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി വരുന്നത് കണ്ട് നിവി ഒന്നുകൂടെ നോക്കി. എടി ഏട്ടത്തിയമ്മേ, നിവിയുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് കുറമ്പോടെ വിളിച്ചു അഞ്ജു. എന്താടി? ഒരു ഞെട്ടിൽ മുഖം ചേരിച്ച അഞ്ജുവിനെ നോക്കി നിവി. അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. നിനക്ക് എന്താണെന്ന്? അഞ്ച് കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് തിരക്കി. എനിക്കൊന്നുമില്ലടി. ഞാനും എൻ്റെ ഏട്ടനും ഇവരെയൊന്നും മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്തു പോയതാണ്. അഞ്ജുവിന്റെ കയ്യിൽ കൈ കോർത്ത് നടക്കുമ്പോൾ നിവി നേരത്തൊരു വേദനയോടെ പറഞ്ഞു. അതൊന്നും ഇനി ആലോചിക്കണ്ട നിവി, അതൊക്കെ എന്നോ കഴിഞ്ഞു പോയില്ലേ. അതുപോലെ ആ ചതിക്കുഴിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നില്ലേ, പിന്നെ അയാൾക്ക് നീ കൊടുത്ത മറുപടി കേട്ടിട്ടുണ്ടല്ലോ. എൻ്റെ പൊന്നെ, എനിക്ക് രോമാഞ്ചം വന്നടി. അഞ്ജുവളെ ആശ്വസിപ്പിച്ച ശേഷം വിഷയം മാറ്റാൻ എന്നോണം സന്തോഷത്തോടെ പറഞ്ഞു. എവിടെ നോക്കട്ടെ? നിവി കുഞ്ഞൊരു ചീറ്റിയോടെ അഞ്ജുവിനെ നോക്കി. എന്ത്? അഞ്ജു കണ്ണും വീഴ്ചു. അല്ല, രോമാഞ്ചം. ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് നിവി പറഞ്ഞു. ഒന്ന് പോയടി. ഞാനൊരു ഓളത്തിന് എന്തേലും പറഞ്ഞെന്ന് വെച്ച് അഞ്ജു നിവിയുടെ കവളിൽ നോവിക്കാതെ നിന്ന് ഉള്ളി വലിച്ചു വിട്ട് വീട്ടിലേക്ക് ഓടിക്കയറി. നിവി കലിപ്പോടെ അവൾക്ക് പിന്നാലെ പാഞ്ഞു. അയ്യോ, ഈ പെണ്ണ് മനുഷ്യനെ ഉന്തിയിടുവല്ലോ. നിനക്ക് പതിയെ നടന്നു വന്നാൽ പോരെ അഞ്ജു? അകത്തേക്ക് ഓടിക്കയറിയ അഞ്ജു രാധിക ചെന്ന് ഇടിച്ചതും അവളുടെ കയ്യിൽ തല്ലിക്കൊണ്ട് അവർ ചോദിച്ചു. ഈ നിവിപ്പെണ്ണ് എന്നെ ഓടിച്ചതാണമ്മേ. അഞ്ജു ചുണ്ടു പിളർത്തിക്കൊണ്ട് പറഞ്ഞു. ഇരുന്നതും വന്നതുമൊക്കെ ഒരുപോലെയാണ്. രണ്ടിനും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. രണ്ടാളെ നോക്കി കണ്ണു ഒട്ടിക്കൊണ്ട് രാധിക പറഞ്ഞു. അതില്ല ആൻറ്റി, ഈ പെണ്ണ് എൻ്റെ കവളിൽ നുള്ളി നോവിച്ചു. രാധികയുടെ ചേർന്ന് പാവം കുട്ടിയെപ്പോലെ നിവി പറഞ്ഞു. ആണോ അഞ്ജു, നീ നിവി നോവിച്ചോ?
നിവിയുടെ കവളിൽ തഴുകി ചോദിച്ചു. ചെറുചിയുടെ രാധിക അഞ്ജുവിനെ നോക്കി. ഓ, അല്ലെങ്കിലും നിങ്ങൾ അമ്മായിയമ്മയും മരുമോളും ഒറ്റ കേട്ടാണ് എന്നൊക്കെ എനിക്കറിയാം. കെറുകോളം പറഞ്ഞിട്ട് മുഖം പെട്ടിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി അഞ്ജു. ദേ നിവിക്കൊച്ചേ, ആ ചെറുക്കൻ വന്നിട്ട് മുഖവും വീർപ്പിച്ച് മുറിക്കുള്ളിൽ കയറി ഇരിപ്പുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല. ചെന്നവനെ കൂടെ വിളിച്ചോണ്ട് വന്ന് ആഹാരം കഴിക്കാൻ നോക്ക്. അഞ്ചു പോയ പോക്ക് നോക്കി കുറുമ്പ് പിടിച്ചൊരു ചിരിയോടെ നിന്ന നിവിയുടെ തലയിൽ തലോടിക്കൊണ്ട് രാധിക പറഞ്ഞു. ജിത്തുവേട്ടൻ എപ്പോഴാ വന്നേ ആന്റി? മുറിയിലേക്ക് പോകാൻ നേരം അവൾ ചോദിച്ചു. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാകും. നീ ചെന്ന് അവനെ വിളിച്ചിട്ട് വാ. പറഞ്ഞിട്ട് അവർ അടുക്കളയിലേക്ക് പോന്ന് നോക്കിയിട്ട് നിവി മുറിയുടെ ചാരിട്ട വാതിൽ തുറന്നകത്തേക്ക് കയറി. വാതിൽ തുറന്നകത്ത് കയറിയവൾ കണ്ണിന് മേലെ കൈവച്ച് ബെഡിൽ കിടക്കുന്നവരെ നോക്കി ഒരു നിമിഷം നിന്നു. ജിത്തുവേട്ടാ. ബാഗ് സൈഡ് ടേബിളിൽ വെച്ചിട്ട് മെല്ലെ വിളിച്ചു നിവി. കണ്ണിൽ നിന്നും കൈ മാറ്റാതെ തന്നെ ഒന്ന് മോളി അബി. ചോറ് കഴിച്ചില്ലെന്ന് ആന്റി പറഞ്ഞല്ലോ. എഴുന്നേറ്റ് വന്നേ. ഞാനും അഞ്ചും കഴിച്ചില്ല. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പതിവില്ലാത്ത അവന്റെ ആ കിടപ്പ് എന്തിനാണോ എന്ന് മനസ്സിൽ ഓർത്തോണ്ട് നിവി പറഞ്ഞു. എനിക്ക് വിശപ്പില്ല നിവി, നീ പോയി കഴിക്കാൻ നോക്ക്. ആ കിടപ്പ് കിടന്ന് അവൻ പറഞ്ഞു. കൈ മാറ്റിക്കോ തന്നെ ഒന്ന് നോക്കുകയോ ചെയ്യാതെ പറയുന്നവനെ നോക്കി അല്പം നേരം നിന്നു നിവി. പിന്നെ മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറിയവൾ മേല് കഴുകി തിരികെ ഇറങ്ങി വരുമ്പോൾ ഒരുവൻ കമിഴ്ന്ന് കിടപ്പുണ്ട്. എന്ത് പറ്റി ചിത്തുവേട്ടാ? വയ്യേ? ജോലിക്ക് പോട്ട് നേരത്തെ പോന്നെന്ന് വയ്യാത്തത് കൊണ്ടാണോ? തോർത്ത് കുടഞ്ഞ് കസാരയിൽ വിരിച്ചിട്ടിട്ട് ബെഡിന് ഓരം ചേർന്ന് ഇരുന്നിട്ട് നിവി തിരക്കി. എനിക്കൊന്നുമില്ല നിവി, പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. അവളുടെ മുഖത്തേക്ക് നോക്കാതെ മറ്റെവിടെയോ നോട്ടം. ഏത് പറയുന്നവന്റെ കണ്ണുകളിൽ എന്തൊക്കെയോ പരിഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് ആ നിമിഷം നിവിക്ക് തോന്നി. ജിത്തുവേട്ടന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എന്താഹാരം കഴിക്കാതെ മുഖം കയറ്റി പിടിച്ച് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്? കണ്ണുകൾ ചുരുക്കി അവന്റെ മുഖത്തെ കടുപ്പത്തിലേക്ക് നോക്കി ചോദിച്ചു നിവി. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ നിവി? അവളെ തറപ്പിച്ചുള്ള നോട്ടത്തിൽ പതറി അബി ആ മുഖത്തു നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് സ്വല്പം ഒച്ചത്തിൽ പറഞ്ഞു. എന്നോട് വർത്തമാനം പറയുമ്പോൾ പോലും മുഖത്തേക്ക് നോക്കുന്നില്ല. ദേഷ്യം കാണിക്കുന്നുണ്ട്. അപ്പോ എന്നോടുള്ള എന്തെങ്കിലും ഇഷ്ടക്കേടാകും. ഈ വിശപ്പില്ലായ്മയ്ക്ക് കാണും അല്ല ജിത്തുവേട്ടാ? ബെഡിൽ നിന്നും എഴുന്നേറ്റ് മാറിക്കൊണ്ടൊരു വല്ലായ്മയുടെ കലങ്ങി തുടങ്ങിയ കണ്ണുകളുടെ ഇടറിയ വാക്കുകളാൽ ചോദിച്ചു നിവി. തന്റെ മുഖത്ത് നോക്കാതെയുള്ള അബിയുടെ കിടപ്പും കനത്ത ശബ്ദത്തിൽ വിശപ്പില്ല എന്നും പറഞ്ഞതും ഒക്കെ കാണേ സത്യം എന്താണെന്ന് അറിയാതെ മനസ്സ് വിഷമിച്ചുകൊണ്ടാണ് നിവി ചോദിച്ചത്. എനിക്കെന്തിനാ നിവിയുടെ ദേഷ്യം? എനിക്കൊരു ദേഷ്യമില്ല. നിവി പോയി ആഹാരം കഴിക്കാൻ നോക്ക്. അവളുടെ മുഖം മാറിയത് കാണി ബെഡിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് അബി പറഞ്ഞു. അവന്റെ അരിപ്പ് ഒരു നിമിഷം നോക്കി നിന്നിട്ട് ചുണ്ടും കുറിപ്പിച്ചും നിറഞ്ഞ കണ്ണും തുടച്ചുണ്ട് വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിവി. എടി, നീ ഇവിടെ വന്ന് ഇരിക്കുവാണോ? വാ കഴിക്കാം, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അടുക്കളപ്പടിയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന നിവിയെ നോക്കി വിളിച്ചു പറഞ്ഞിട്ട് അവൾ പ്ലേറ്റ് എടുത്ത് ചോറ് വിളമ്പാൻ തുടങ്ങി. എനിക്കിപ്പോ വേണ്ട അഞ്ചു, വിശപ്പില്ല. അവളെ തിരിഞ്ഞു നോക്കാതെ നിവി പറഞ്ഞു. വിശപ്പില്ലേ? കുറച്ചു മുൻപ് നീയല്ലേ പറഞ്ഞത് ഒരു ആനി തിന്നാനുള്ള വിശപ്പുണ്ട്? എന്നിട്ടിപ്പോ ആ വിശപ്പ് എങ്ങോട്ട് പോയി? ചോറിന് മുകളിൽ ചെമ്മീൻ ചാറും കറി ഒഴിച്ചെടുക്കുമ്പോൾ അഞ്ചു തിരക്കി. അത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പോയി. നീ പോയി കഴിക്കാൻ നോക്ക അഞ്ചു. കൊഞ്ചാൻ നിൽക്കാതെ പിന്നിലെ മുറ്റത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ സ്വല്പം ദേഷ്യത്തിൽ പറഞ്ഞു നിവി. ഈ പെണ്ണ് ഇതെന്തു പറ്റി? ഇവിടെ എത്തും വരെ കുഴപ്പമില്ലായിരുന്നല്ലോ. സ്വയം പറഞ്ഞിട്ട് ചോറെടുത്ത് ടേബിൾ വെച്ചിട്ട് ആലോചനയോടെ നിന്നു പോയി അഞ്ചു. ചോറും എടുത്ത് മുന്നിൽ വെച്ചിട്ട് കഴിക്കാതെ എന്താടി ഞെറുമുന്നത്? മുറിൽ നിന്നും ഇറങ്ങിയെന്ന അബി ചോറിന് മുന്നിലിരുന്ന് പുറത്ത് അഞ്ചിനോട് അബി ചോദിച്ചു. ഒന്നുമില്ല ഏട്ടാ, ഞാൻ ദാ കഴിക്കാൻ പോവാണ്. അബിയുടെ മുഖത്തെ നിശബ്ദത്തിലേക്കും കനം കാണി പറഞ്ഞിട്ട് അഞ്ചു കസേര വലിച്ചിട്ട് കഴിക്കാനിരുന്നു. നിവി എവിടെ? അവൾക്ക് കഴിക്കണ്ടേ? അടുക്കളയിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് ചോദിച്ചു അബി. അവൾക്കിപ്പോ വിശപ്പില്ലാന്ന് പറഞ്ഞിട്ട് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഏട്ടാ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. കുറച്ച് ദിവസമായി സന്തോഷമായിട്ട് ദേഷ്യമൊന്നും ഇല്ലാതിരുന്ന ഏട്ടനിപ്പോ എന്തിനാവോ ദേഷ്യം വന്നത് എന്ന മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് അഞ്ചു പറഞ്ഞത്. നീ കഴിച്ചോ, ഞാൻ വിളിച്ചോളാം പറഞ്ഞിട്ട് അടുക്കള വാതിലുടെ പുറത്തേക്ക് ഇറങ്ങി അബി. അല്ലെങ്കിലും ഞാൻ ആരാണ് കഴിക്കാൻ വിളിക്കാനൊക്കെ? പാവം തോന്നി വിളിച്ചപ്പോ വേണ്ട പോലും. നോക്കിക്കോ, എന്റെ ഏട്ടന് വരട്ടെ, ഞങ്ങൾ മാംഗല്യത്തിലേക്ക് പോകും. ഞങ്ങൾ പോയാലും വന്നാലും ഒന്നും അഭിജിത്തിന് സങ്കടമൊന്നും ഉണ്ടാവില്ല. സ്വയം ചുണ്ടുകൾക്കുള്ളിൽ പറയുന്നെങ്കിലും അബി അത് വ്യക്തമായി കേട്ടിരുന്നു. നിവി എന്താ ആഹാരം കഴിക്കാതെ ഇവിടെ വന്നിരിക്കുന്നത്? എഴുന്നേറ്റ് വന്ന് കഴിക്കാൻ നോക്ക്. തൊട്ടടുത്ത് വന്ന് അവൻ പറയുന്ന കിടത്ത് നിവി ഞെട്ടി തിരിഞ്ഞു നോക്കി. പേടിപ്പിക്കാൻ നോക്കുവാണോ? നെഞ്ചിൽ കൈവച്ച് ശ്വാസം ഒന്ന് വരച്ചു വിട്ടുകൊണ്ട് അവൾ തിരക്കി. നീ എന്താ ഇവിടെ ഇരുന്ന് തനിയെ സംസാരിക്കുന്നത്? നിന്നിടത്തുനിന്ന് മനങ്ങാതെ അബി തിരക്കി. അതൊന്നുമില്ല. വീർത്ത മുഖത്തോടെ അവനെ നോക്കാതെ നിവി പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പിന്നീട് നോക്കാം, ഇപ്പൊ വന്ന് കഴിക്കാൻ നോക്ക് നിവി. അബിക്ക് അവളുടെ നിൽപ്പും ഞൊടിപ്പൊക്കെ കാണി ചിരി വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞു. എനിക്കങ്ങ് കഴിക്കാൻ വേണ്ട, നിവി വാശിയോടെ പറഞ്ഞു. ഇപ്പൊ എന്നെ കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ കഴിക്കാൻ വിളിച്ചപ്പോ വരാത്തവർ വിളിച്ചാ ഞാൻ എന്തിനു പോണം? ചുണ്ടിനിടയിലിട്ട് ഞെറുങ്ങി നിവി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയും നിവി. അല്പം കൂടെ അവൾക്കടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അബി പറഞ്ഞു. ഇതെവിടെയാ നീങ്ങി വരുന്നത്? നിവി വീണ്ടും സ്വയം ഞൊടിഞ്ഞു. നിവിയോടല്ലേ ഞാൻ പറഞ്ഞത് എന്തേലും പറയണമെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണമെന്ന് അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അഭിജിത്ത് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പോവാം. എന്നെ വഴക്ക് പറഞ്ഞത് ഏട്ടൻ വന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ.
അബി കൂർത്ത കണ്ണുകളോടെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അതൊക്കെ ഏട്ടൻ വരുമ്പോ ഏട്ടന്റെ കുഞ്ഞി പറഞ്ഞു. പക്ഷെ ഇപ്പൊ പോയി നമുക്ക് കഴിക്കാൻ ചോറെടുത്ത് വെക്ക്. അവളുടെ ഭാവങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അവി. കുറച്ചു മുന്നോട്ടും വിശപ്പിലായിരുന്നല്ലോ, ഇപ്പൊ പിന്നെ ആ വിശപ്പ് എവിടുന്ന് വന്നു? ഇടുപ്പിൽ കൈകുത്തി വെച്ച് അവനെ മുന്നിൽ നിന്ന് തിരക്കി പെണ്ണ്. അതിപ്പോ ഏട്ടന്റെ കുഞ്ഞിയോട് സംസാരിച്ചപ്പോ വല്ലാത്ത വിശപ്പ് തോന്നുന്നു. വയറിൽ തടവി പറയുമ്പോൾ അവനിൽ കുസൃതി നിറഞ്ഞു. എന്നാ പോയി തനി എടുത്ത് കഴിച്ചോ, ഞാനെങ്ങും എടുത്തു തരാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ വിളിച്ചപ്പോ എന്റെ മുഖത്ത് പോലും നോക്കാത്തവർക്കൊന്നും ഞാൻ വിളമ്പി തരുകയില്ല. ചുണ്ടു ചുളക്കി പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് പോയവളുടെ പിന്നഴകിൽ ഒരു നിമിഷം അബിയുടെ നോട്ടം കൊഴുത്തുപോയി. ഹോ, ഈ പെണ്ണ്! ഒരു നിമിഷം ആ പിന്നഴകിൽ നോക്കി മയങ്ങി നിന്നവൻ അടുത്ത നിമിഷം തലയൊന്ന് കുടഞ്ഞിട്ട് പൊട്ടി വന്ന ചിരിയോടെ അകത്തേക്ക് കയറി ചെന്നു. അപ്പോ എന്നോട് സ്നേഹമുണ്ട് ഏട്ടന്റെ കുഞ്ഞിക്ക്. അവന് വേണ്ടി വിളമ്പി വെച്ച ചോറിന് മുന്നിലേക്ക് വന്നിരിക്കുമ്പോൾ അബി സന്തോഷത്തോടെ ചോദിച്ചു. അതിന് മറുപടി പറയാതെ ചുണ്ടും കണ്ണും കൂർപ്പിച്ചൊരു നോട്ടമായിരുന്നു നിവിയിൽ.